പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥി ഈ വഴിച്ചാറിയെ തന്നെ മാറ്റിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിനോദട്ടോ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ പ്രിയപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ വന്നിരുന്നു. അപ്പോൾ ഉച്ചത്തെ സ്വീകരണമൊക്കെ ആകുമ്പോൾ ചാണ്ടി പ്രതീക്ഷ ഒരു 10-15 ആൾക്കാർ അവിടെ ഉണ്ടാവുന്നതാണ്. പക്ഷെ വടകരയുടെ സ്നേഹം അതല്ലല്ലോ. നട്ടുച്ച നേരത്തും ഇത്ര മണിക്കൂറുകൾ വൈകിട്ടും ഇത്ര വലിയ ജനക്കൂട്ടത്തെ കണ്ടിട്ട് ചാണ്ടി ഉമ്മൻ പറയുകയാണ്, എന്ത് വന്നാലും ശരി വടകര നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള ഉറപ്പാണ് പുറമെ നിന്ന് വരുന്ന എല്ലാവരും പറയുന്നു. ജനങ്ങളുടെ പിന്തുണ നമ്മുടെ ഈ പ്രചരണത്തിനും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെയാണ് പല സർവേക്കാരും നമ്മൾ 6% വോട്ടിന് തോക്കും, 3% വോട്ടിന് തോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ അത് ബാധിക്കുന്നില്ല. കാരണം ഞാൻ സർവേക്കാരെ കണ്ടിറങ്ങിയതല്ല, ഞാൻ വടകരക്കാരെ കണ്ടിറങ്ങിയതാണ് എന്നുള്ളത് കൊയിലാണ്ടിയുടെ തീരപ്രദേശങ്ങളിലൂടെ ഇന്ന് തീരദേശ യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് ലഭിക്കുന്ന അഭൂതപൂർവമായ പിന്തുണയോട് ഒരു കാര്യം തിരിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വന്ന് കൈവീശി കാണിച്ചിട്ട് വോട്ട് മേടിച്ചു പോകുന്ന ഒരാളായി ഞാൻ മാറില്ല. ഇതിലപ്പുറവും തിരിച്ച് ജയിച്ചു വന്നാലും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൊണ്ടാവും വിധം ഈ നാടിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഇവിടുത്തെ ജനതയുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ ശരിയാക്കി തരാമെന്നുള്ളതോ, ഞാനായ പിന്നെ എല്ലാ പ്രശ്നവും പരിഹാരമായെന്നുള്ളതോ, ഞാനായ പ്രശ്നമേ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. എനിക്കറിയാം പ്രായോഗികമായത് പറയാം. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമായിരിക്കില്ല, അതിൻ്റെ മുന്നിൽ ഞാനും ഉണ്ടായിരിക്കുമെന്നുള്ളത് എല്ലാവരോടും പറയുന്നു. നിങ്ങൾ എന്നെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് എനിക്ക് അനുഭവപ്പെടുകയാണ്. ഇല്ലെങ്കിൽ 11:30 മണിക്കോ 12 മണിക്കോ എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ജനക്കൂട്ടം ഇത്ര മണിക്കൂറുകൾ വൈകിട്ടും ഇവിടെ കാത്തു നിൽക്കണമെങ്കിൽ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും അങ്ങനെ ഉണ്ടാവില്ല. അത് വടകരയിലെ കാണൂ. അതാണ് വടകരയുടെ ജനങ്ങളുടെ സ്നേഹം എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ തീർത്തു പറയുന്നു, എനിക്ക് കിട്ടുന്ന അവസരം ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ പരമാവധി അധ്വാനിക്കും, പരമാവധി കഠിനാധ്വാനം ചെയ്യും. നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കൊരവസരം നൽകണമെന്ന് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് 26 ആ വണ്ടി അങ്ങോട്ട് വണ്ടി വിട് ഇത് കൂടെ പോകും. ഒരു വണ്ടിക്ക് പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയാണ്. അപ്പൊ പോയില്ലേലും കുഴപ്പമില്ല. അപ്പോ ഇനി പ്രസംഗിക്കുന്നില്ല. എല്ലാരോടും സ്നേഹാശംസകൾ പറയുന്നു. 3 മണിക്കൂർ ലേറ്റാണ്. ഇനി തിക്കോടിയിലെ 2 പോയിന്റ് കൂടെ കഴിഞ്ഞിട്ട് എത്ര പേര് ചോറ് തരുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നലത്തെ പര്യടനം മിഞ്ഞാന്നത്തെ പര്യടനമൊക്കെ അവസാനിച്ചത് 8 മണിക്കും 8:30 അവസാനിക്കേണ്ടത്. ആ വണ്ടിയിൽ നിന്ന് വിട്ടേക്ക് 8 മണിക്കും 8:30 അവസാനിക്കുന്നത്. പക്ഷേ